എത്തിയിരുന്നു. ഇപ്പോൾ ഏതായാലും പ്രാർത്ഥനാ ചടങ്ങുകളെല്ലാം അവസാനിച്ചു. ഇപ്പോൾ ആ കുഴിയിലേക്ക് ജോയിയുടെ മൃതശരീരം സംസ്കരിക്കുന്നതിന് വേണ്ടി ഇറക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ഇതുപോലെയുള്ള വലിയ ദുഷ്കരമായ ജോലികൾ, കുഴിവെട്ടുന്നതിനും കല്ല് ചുമക്കുന്നതിനും ആക്രി പറക്കുന്നതിനും അല്ലെങ്കിൽ സാധാരണ ആളുകളൊക്കെ ഇറങ്ങാൻ മടിക്കുന്ന ഒരു ജോലിക്ക് പോലും ജോയി ഇറങ്ങുമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അമേരിക്കൻ തോട്ടിലെ മാലിന്യം നീക്കം ചെയ്യാൻ യാതൊരു സുരക്ഷാ സംവിധാനവും ഇല്ലാതെ ആ മനുഷ്യൻ ഇറങ്ങി പോയത്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം നമുക്ക് ഇപ്പോൾ ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ കൂടെ ജോലി ചെയ്തിരുന്ന ആളുകളൊക്കെ തന്നെ പെട്ടെന്ന് തിരിച്ചു കയറണം, മഴ വരുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോഴും അദ്ദേഹം തിരിച്ച് കയറാൻ ഒരു പോയത് പെട്ടെന്ന് കയറിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ മുഴുവൻ ശമ്പളവും കിട്ടില്ല, അല്ലെങ്കിൽ മുഴുവൻ ഈ കൂലി ലഭിച്ചിട്ട് വേണം വീട്ടിൽ കൊണ്ടുപോകാൻ, സാധനങ്ങൾ വാങ്ങാൻ, ആഹാര സാധനങ്ങൾ വാങ്ങാൻ, അമ്മയ്ക്ക് മരുന്ന് വാങ്ങി നൽകാൻ. അങ്ങനെയുള്ള ഒരുപാട് ചിന്തകൾ ഒരു പക്ഷേ ആ മനുഷ്യൻ്റെ മനസ്സിലൂടെയൊക്കെ തന്നെ പോയിട്ടുണ്ടാവാം. ഇനി ഏതായാലും ഇങ്ങനെ ഒരു ചരിത്രം ഇനി നമ്മുടെ നാട്ടിൽ ആവർത്തിക്കപ്പെടാൻ പാടില്ല. ജോയിയുടെ ഒരു ദുരിതം, ഈ ഒരു തരത്തിലുള്ളൊരു മരണം ഒരു കാരണവശാലും നമ്മുടെ നാട്ടിലൊന്നും തന്നെ ആവർത്തിക്കപ്പെടാൻ പാടില്ല. അതിനുവേണ്ടി ഒരു ഇടപെടലാണ് ഇനി ഏതായാലും ഉണ്ടാകേണ്ടത്. പലപ്പോഴും ഈ വിഷയമുണ്ടായതിൽ പിന്നെ റെയിൽവേയും അതോടൊപ്പം തന്നെ നഗരസഭയും പരസ്പരമൊക്കെ പഴിചാരി ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോഴും യഥാർത്ഥ പ്രശ്നം ഇപ്പോഴും അവിടെ നിൽക്കുകയാണ്. ജോയിയെപ്പോലെ നിസ്സഹായനായ സാധാരണക്കാരായ ഒരു മനുഷ്യന് മരിക്കേണ്ടി വന്നു എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനമായ. നമ്മൾ അടക്കമുള്ള ഓരോ മനുഷ്യരും ചെയ്തു വെച്ച പല കാര്യങ്ങൾ, പ്രത്യേകിച്ചും മാലിന്യമൊക്കെ തന്നെ വലിച്ചെറിയുന്ന ഒരവസ്ഥ തിരുവനന്തപുരം നഗരത്തിൽ ആമയിഴഞ്ചൻ തോടിൻ്റെയൊക്കെ സ്ഥലത്തൂടെയൊക്കെ നമുക്ക് യാത്ര ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതൊക്കെ പരിശോധിക്കുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എത്രമാത്രം ഒരു ദുരിതപൂർണ്ണമാണ് അവിടുത്തെ ഒരു മാലിന്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയെങ്കിലും ഈ ഒരു അനുഭവം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു കാരണവശാലും ഇനി ഒരിക്കലും ജോയിയുടെ ഈ ഒരു ദുരിതം ഒരു കാരണവശാലും നമ്മളെല്ലാം ഏറെ ആഗ്രഹിക്കുന്നത്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനം ഈ അമ്മയുടെ ഒരു സുരക്ഷിതത്വം ഉറപ്പാക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. സഹായം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ േണ്ടത് ആവശ്യമാണ്. കാരണം ജോയി എന്നൊരു പ്രതീക്ഷ മാത്രമായിരുന്നു അമ്മ ഇങ്ങനെ മുന്നോട്ട് നടത്തിയിരുന്നത്. അല്ലെങ്കിൽ ആ ചെറിയ വീട്ടിൽ, ഒരു ഒറ്റമുറി വീട്ടിൽ ഇങ്ങനെ കഴിയാൻ തന്നെ പ്രേരിപ്പിച്ചത് ജോയി ഒപ്പം ഉണ്ടായിരുന്നല്ലോ എന്നൊരു ധൈര്യമായിരുന്നു. കാരണം യാതൊരു സുരക്ഷാ സംവിധാനങ്ങളും ഇല്ലാത്തൊരു വീടാണ്. ജനലുകളില്ല, പൊളിഞ്ഞ് ഇളകിയ തരത്തിൽ മേൽക്കൂര, അതോടൊപ്പം തന്നെ വാതിലുകൾ, ജനലുകൾ, തേക്കാത്ത തറ, ഭിത്തി, അങ്ങനെ ഒരു വീട്ടിൽ ആ വീടാണോ എന്ന് തന്നെ നമുക്ക് ഒരു സംശയം തോന്നുന്ന തരത്തിൽ ആ ഒരു സ്ഥിതി എന്നൊക്കെ പറയുന്നത് നേരിട്ട് കാണുമ്പോൾ നമുക്ക് അത്യന്തം ദുഃഖം. ഇങ്ങനെ മനുഷ്യർ ഒരു വീട്ടിൽ ഒരു കൂരയ്ക്കുള്ളിൽ ജീവിക്കുന്നുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് അത്യന്തം വിഷമം വരും. അപ്പോൾ ആ തരത്തിൽ ആ അമ്മയ്ക്ക് കൃത്യമായ ഒരു പുനരധിവാസം ഉറപ്പാക്കണം. സുരക്ഷിതമായ ഒരു വീട് അത്യന്താപേക്ഷിതമാണ്. ആ വീട് ഒരുക്കുന്നതിന് വേണ്ടി അമ്മയ്ക്ക് സുരക്ഷിതമായൊരു ഇടം, അതിനൊക്കെ വേണ്ടിയായിരുന്നു ഇദ്ദേഹം ഓരോ നിമിഷവും പ്രവർത്തിക്കുന്നത്. പ്രത്യേകിച്ചും ഈ ജോലികൾ, ആ സാധാരണ ആളുകളൊക്കെ ചെയ്യാൻ മടിക്കുന്ന ജോലികൾ പോലും തന്നെ തേടിയെത്തുമ്പോൾ അതൊക്കെ ചെയ്തിരുന്നത് പോലും ഈ ഒരു സംരക്ഷണം അമ്മയ്ക്ക് ഉറപ്പാക്കുന്നതിന് വേണ്ടിയായിരുന്നു. അല്ലെങ്കിൽ സ്വന്തമായി എങ്ങനെയെങ്കിലും ഒന്ന് ഓരോ ദിവസവും തള്ളി നീക്കി ജീവിതം കരുപ്പിടിപ്പിക്കുന്നതിന് വേണ്ടിയായിരുന്നു. അതൊന്നും ഇനിയും ഒരു കാരണവശാലും അതിനൊന്നും ഒരു കുറവും സംഭവിക്കാൻ പാടില്ല. യഥാർത്ഥത്തിൽ ആ വീട്ടിൽ പോലും ആ മനുഷ്യൻ അവസാനമായി ഒന്ന് വന്ന് കിടക്കാനുള്ള അവസരം പോലും ഇല്ലാതെയാണ് ആ മനുഷ്യൻ യാത്രയാകുന്നത്. ആ മാലിന്യ കൂമ്പാരത്തിനിടയിൽ നിന്ന് ആ മനുഷ്യൻ യാത്രയാകുന്നത്. കേരളം ഒരു കാരണവശാലും ഒരിക്കലും ഇങ്ങനൊരു ജോയിയുടെ തിരിച്ചുവരവ് പ്രതീക്ഷിക്കുന്നില്ല. കാരണം അത്രയധികം ശ്രമകരമായ ദൗത്യം ഫയർഫോഴ്സും അതോടൊപ്പം തന്നെ കോർപ്പറേഷൻ ജീവനക്കാരും നേവിയും അങ്ങനെ എല്ലാ സംവിധാനങ്ങളും ഒത്തൊരുമിച്ച് ജോയിയുടെ ഒരു തിരിച്ചുവരവിന് വേണ്ടി ആഗ്രഹിച്ചിരുന്നു, ഒരുപക്ഷെ പ്രാർത്ഥിച്ചിരുന്നു എന്നൊക്കെ തന്നെ നമുക്ക് പറയേണ്ടി വരും. പക്ഷേ ഇങ്ങനെ ഒരു മടങ്ങിവരവാണ് ജോയിക്ക് ഉണ്ടായത്. അത് ഉൾക്കൊള്ളുന്നതിന് വേണ്ടി ഏറ്റവും അടുത്ത ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ ഒന്നും തന്നെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഇപ്പോഴും ആ ദുഃഖഭരിതമായ കാഴ്ചകൾ ഈ വീട്ടിൽ നിന്നും മായുന്നില്ല.